We are waiting for Sister Bindu and Pavina Mall, and they will join us. And so നമുക്ക് സഹായകം ആരംഭിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയായി നമ്മൾക്ക് വളരെ പ്രയാസമുള്ള ആഴ്ചയായിരുന്നു. ദൈവത്തിൻ്റെ സഹായം, ദൈവം നമ്മെ സഹായിച്ചു, ദൈവം ബലപ്പെടുത്തി. പ്രിയ കുടുംബത്തെ ദൈവം സഹായിച്ചു, ആശ്വസിപ്പിച്ചു, സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ട്, നമുക്കറിയാം. നാം തുടർന്നും ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ആരാധനയിൽ ദൈവം ബലപ്പെടുത്തുവാൻ, ദൈവം അധികം സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നൽകുവാൻ, ദൈവം അവരെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആശ്വാസം ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകി ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് പ്രിയ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. നമ്മുടെ സഭയായി ദൈവം എല്ലാവരെയും സൂക്ഷിച്ചു, പരിപാലിച്ചു, ദൈവത്തിൻ്റെ കൃപ നൽകി. കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഹോവ ചെയ്ത ഉപകാരങ്ങളെ നാം എണ്ണി തീർക്കുവാൻ കഴിയാത്തതുപോലെ നിരവധിയായ ഉപകാരങ്ങൾ നമുക്ക് നാം നിലനിൽക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അല്ല, നമ്മുടെ സ്വന്തം ബലത്തിലല്ല, ദൈവത്തിന്റെ കൃപയിലാണ് നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ ഇന്ന് പകൽക്കാലം ആ ദൈവശക്തിയാൽ ഒരു പ്രാവശ്യങ്ങൾ ദൈവം നിറയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് നമ്മുടെ ആരാധനയിൽ നാം സന്തോഷിക്കുവാൻ, ആത്മാവിൽ ബലം പ്രാപിക്കുവാൻ, രോഗങ്ങൾ അകന്നു പോകുവാൻ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്നെ തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദൈവിക ഇടപെടലുകൾ ഇന്ന് ഈ ആരാധനയിൽ വെളിപ്പെടുവാൻ കർത്താവേ, നീ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ അവിടുന്ന് ഞങ്ങളെ കഴുകി വെളിപ്പാക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ മേശയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഈ തിരുമേശയിൽ സംബന്ധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വരവെങ്കിലുള്ള പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരാധനയിൽ ഞങ്ങൾക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, പാട്ടുകൾ പാടുവാൻ, അവർ നിയന്ത്രിക്കുവാൻ പ്രിയ സിസ്റ്ററിനെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണമേ. കർത്താവേ, ആത്മാവിൽ ഞങ്ങളെ പുതുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സങ്കീർത്തനത്തിൽ കൂടി ദൈവം ഞങ്ങളോട് ഇടപെടണമേ. ദൈവവചനത്തിൽ കൂടി ഞങ്ങളോട് ദൈവം ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധി ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപകളെ ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിലെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ, എല്ലാം അനുഗ്രഹമാക്കി തരണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ നമുക്ക് ജയഗീതം പാടി കർത്താവിനെ ആരാധിക്കാം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടി
നമ്മുടെ നാഥൻ ജീവിക്കുന്നതിനാൽ നമുക്ക് ആത്മാവിൽ സന്തോഷിപ്പാൻ കാരണമുണ്ട്. നമ്മള് ധ്യാനിച്ചു പാടുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. പരിസരം മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ ആരാധിപ്പാൻ തടസ്സമായിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും
Blessed be the name of Jesus. Hallelujah. Blessed be the name of Jesus. We magnify the name of the Almighty God. Hallelujah. 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 വാസ്തവമായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആരാധനയിൽ ഉണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ ക്ലേശങ്ങൾ മാറ്റുവാൻ, നമ്മുടെ നിരാശകൾ മാറ്റുവാൻ, ദൈവീക സമാധാനം കർത്താവിന്റെ തിരുസാന്നിധ്യം ഇന്ന് നമ്മുടെ ആരാധനയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് ഹോളി കമ്മ്യൂണിയനോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയുടെ എല്ലാ ശുശ്രൂഷകളും ദൈവം തന്നെ ഏറ്റെടുത്ത് നടത്തുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് താല്പര്യമുള്ളവർക്ക്, ദൈവത്തിന്റെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നിന്റെ നാമടികളുടെ ജീവിതത്തിലൂടെ മഹത്വമെടുക്കണമെന്നാഥ. ഈ സഭയിലൂടെ തിരുനാമം നിന്റെ നാമം അത്ഭുത നാമം മഹാത്മായ നാമമാണ്. വിളിച്ചപേക്ഷിപ്പാൻ നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്ന കരുതൽ നൽകുന്ന ദൈവം നീ നിന്റെ സന്നിധിയിലെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിപ്പാനടികൾക്ക് കൃപ നൽകണം. പാടുവാനടികളെ സഹായിച്ചു സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും നീ അനുഗ്രഹിക്കണം. സങ്കീർത്തനത്തിലൂടെ കർത്താവേ നിന്റെ വചനാടികളോട് സംസാരിക്കണം. നല്ല സാക്ഷ്യങ്ങളെ അടികൾക്ക് നൽകണം. സംസാരിപ്പാൻ നിന്റെ ദാസനെ അതിന്റെ ജീവിതത്തിൽ കർത്താവേ വളരെ പ്രയോജനം ചെയ്യുന്നതായി സഹായിക്കുന്നു. ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് ഒരു വർഷം കൂടെ ശക്തിയോടെ ബലത്തോടെ നിർത്തണം. സമാധാനത്താൽ അവരെ നിറയ്ക്കണം. മാനുഷിക കാര്യങ്ങളെ കുറിച്ച് പോകുമ്പോൾ കുടുംബജീവിതത്തിലെ ജോലി കാര്യങ്ങളെല്ലാം തിരുസാന്നിധ്യത്തിലേക്ക് ആവശ്യങ്ങളെ സഹായിച്ചു സ്തോത്രം. പ്രത്യേകാല പൈതന്യത്തെ ദേശത്തിന് യുവത്തെടുത്ത് ഉപയോഗിച്ചുകൊള്ളുമാറാണ്. സ്തോത്രം സ്തോത്രം.
പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കുടുംബമാരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അമ്മ ക്ഷേത്രങ്ങളിൽ തരുന്നതാ ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ. ശരീരത്തിൽ ബലപ്പെടുത്തി ഒരു ദിവസം വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി അനേക കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വളരെ വലിയ ശക്തീകരിച്ചാണ് കർത്താവേ. വൈദ്യങ്ങളെ സഹായിക്കണം നാഥാ. പ്രായത്തിൻ്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറക്കണം നാഥാ. ഹല്ലേലൂയ. ദൈവകൃപയിൽ അവരെ പൊതിഞ്ഞാട്ട് കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളോട് ആരാധിച്ചിട്ട് കടന്നുപോയ എല്ലാ കുടുംബങ്ങളെയും കർത്താവേ. ഹല്ലേലൂയ. അനേക കുടുംബങ്ങളെ നിങ്ങളോട് ആരാധിപ്പാൻ കർത്താവേ. കർത്താവേ യാചിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയെ ദൈവമേ, ഹല്ലേലൂയ ദൈവമേ, തന്നെ വാഴ്ത്തുന്നു നാഥാ. ആവശ്യമുണ്ട് തക്ക സമയത്ത് ദൈവം നീ പ്രവർത്തിക്കുന്ന ദൈവമാകിയ സകല കാര്യങ്ങൾ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ സമർപ്പിക്കുന്ന സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അടിയങ്ങൾ വന്ന് വാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാഥാ. ഹല്ലേലൂയ. ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാഥാ. ഹല്ലേലൂയ. നശിപ്പോകുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദുഷ്ടൻ പ്രബലനാകാതെ നീ കാത്തുപരിപാലിക്കുന്നതിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാഥാ. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാഥാ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. സുവിശേഷ വിരോധികളാൽ അനേകർ കർത്താവേ കഷ്ടം അനുഭവിക്കുന്നുണ്ടല്ലോ നാഥാ. ഹല്ലേലൂയ. നിന്റെ മക്കളോട് ദൈവമേ നീ കരുണ ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ. ആ ദേശത്ത് കർത്താവേ നിന്റെ നാമം ഉയർത്തപ്പെടണം നാഥാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിയങ്ങളെ കർത്താവേ പ്രാർത്ഥിക്കുവാൻ അടിയങ്ങൾക്ക് ശക്തി നൽകിക്കാണ് കർത്താവേ. വേണ്ടി ശക്തിപ്പെടുത്തിക്കാണ് കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാ അപേക്ഷകളും കേട്ടിരിക്കുക സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും കരുണ സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മക്കളാക്കി തീർത്തു അവരുടെ പ്രിയ മക്കളാക്കി ക്ഷമിക്കണേ പിതാവേ. അവിടുന്നുള്ളതുപോലെ അറിയുന്ന ദൈവമായ കർത്താവേ, ഭരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദുഃഖത്തിൻ്റെതായ സമാധാനം പ്രാർത്ഥിക്കുന്നു. നിലനിർത്തിയതിനായ സ്തോത്രം കർത്താവേ. അവിടുത്തെ കൃപ വീണ്ടും പകർന്ന് അവരുടെ ജീവിതത്തിന് ആരോഗ്യവും ബലവും കർത്താവ് നൽകണമേ. അവരുടെ യാത്രയിലെ ജോലിയിലൊക്കെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കണമേ. നമ്മളെ സഹായിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ കർത്താവിന്റെ നല്ല ഭാവി നൽകണമേ. ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും
കർത്താവ് കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ അവരെ നടത്തിയ ദൈവം തുടർന്നവരുടെ എല്ലാ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ അവർക്ക് കൂടെ സഹായിക്കണമേ. ആരോഗ്യവും ബലവുമായ സ്വസ്ഥ നൽകി കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ പ്രവർത്തിപ്പാൻ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ രണ്ടുപേരെ ഏൽപ്പിച്ചു കർത്താവെ അവരുടെ ജീവിതത്തിൽ ദൈവമേ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ അവർക്ക് സഹായിക്കണമേ. നല്ല ഭാവി അവർ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകളെ കൃത്യമായ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ. സകലസമയത്ത് വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വന്നാലും ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കുമാറാകണമേ. പൂർണ്ണമായി സഹായിക്കണമേ. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പൂർണ്ണമായ ദൈവങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ ആലോചന പ്രകാരം നടക്കണമേ. ദൈവത്തിന്റെ എല്ലാ പരിപാലനത്തിനായി സ്തോത്രം. കർത്താവിയുടെ മേശയിൽ ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കാനവർക്ക് സഹായിക്കണം. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണമേ. പ്രാർത്ഥന വേണ്ടതിനായി സ്തോത്രം മാനവും തോന്നിയിട്ട് തരുന്നു. സകലരുടെ ജീവൻ വെടിഞ്ഞ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണം. Let us all stand in the presence of God. എല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് 42-ാം സങ്കീർത്തനം പ്രതിവാക്യമായിട്ട് വായിക്കാം. ലാസ്റ്റ് 2 വേഴ്സ്, അവസാനത്തെ 2 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. Psalms 42. ആശ്രയിപ്പാനൊരു ഇടവുമില്ല, ആശ്വസിപ്പാനൊരു ദേഹിയുമില്ല, ആശ്രയിപ്പാനൊരു ഇടവുമില്ല, ആശ്വസിപ്പാനൊരു ദേഹിയുമില്ല. ഒന്നേ മാത്രം നിൻ തിരുമൊഴികൾ, ഒന്നേ മാത്രം നിൻ തിരുമൊഴികൾ, മന്നീലനാശ്വാസമായി എൻ പ്രിയനേ, മന്നീലനാശ്വാസമായി, മന്നീലനാശ്വാസമായി എൻ പ്രിയനേ, മന്നീലൻ ആശ്വാസമായി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. Psalms 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. അടുത്ത 2 വാക്യങ്ങൾ. എന്റെ ആത്മാവെ, വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും.
ദൈവവചനത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവോളം വലിപ്പമുള്ള അങ്ങയുടെ വചനം, കർത്താവിന്റെ ശ്വാസമായ അങ്ങയുടെ വചനം ഈ രാവിലെ വായിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തന്നു. ആമേൻ. ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാം. എല്ലാവർക്കും ദിവസം ലഭിക്കാം. Greet you all in the precious name of Lord and Savior Jesus Christ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ന് അറിയിക്കുന്നു. പലപ്പോഴും പാസ്റ്റർ സ്റ്റേജിൽ വന്ന് പല കാര്യങ്ങളും പറയണമെന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുമോ? കാരണം കർത്താവിൻ്റെ സന്നിധിയാണ് നിൽക്കുന്നുള്ള വലിയ ബോധം എന്നെ പലപ്പോഴും ഭരിക്കാറുണ്ട്. നാട്ടിൽ ചെന്ന് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ജോൺ തോമസ് പാസ്റ്ററുടെ ഒക്കെ ചർച്ചയിൽ ചെന്നപ്പോൾ അല്പസമയം ദൈവവചനം പറയണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ദൈവവചനമൊക്കെ പഠിച്ചതാണെങ്കിലും ഈ ദൈവവചനവുമായി നിൽക്കുമ്പോൾ ശരിക്കും എൻ്റെ ഒരു ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന, ഞങ്ങളോട് വന്നപ്പോൾ ഞങ്ങൾ മിനിയോടും പറയുമായിരുന്നു, നമ്മൾ ഒരു വചനം പറയുമ്പോൾ കർത്താവ് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. നമുക്ക് ആ വചനത്തോട് നമുക്ക് എത്ര നീതി പുലർത്താൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നില്ലെങ്കിൽ നാം സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ആയിട്ട് അത് ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഒഴിവാകാറുണ്ട്. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മറ്റുള്ള കഷ്ടത്തിലിരിക്കുന്നവരുടെ ഭവനങ്ങളിൽ പോകുവാനും പ്രാർത്ഥിപ്പാനും അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാനും ഒക്കെയാണ് എൻ്റെ വിളിയെന്ന് എന്നെ ഭരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ദൈവദാസനോട് ഞാൻ അടുത്ത പ്രാവശ്യം പറയും. എന്നാലേ ദൈവദാസന് ഇന്നലെ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മറുതലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇത് ചെറിയൊരു എക്സോർട്ടേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കോരകപുത്രന്മാരെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. കഷ്ടതയിലും പ്രവാസത്തിലും ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം. ഇതിന്റെ ആദ്യത്തെ വാക്യം പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. ഈ മാൻ നീർത്തോടുകളിലേക്ക് ദാഹത്തിനായി ചെല്ലുന്ന പല പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, ഒരു വേട്ടമൃഗത്തെ പോലെ ഒരു മാനിനെ ഒരു ദുഷ്ടമൃഗം ഓടിച്ച് അത് അനേകം മൈലുകൾ ഓടി ആ ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ നിന്ന് അത് രക്ഷപ്പെട്ട് അതിന്റെ ആ സമയത്ത് അതിന്റെ കുളമ്പുകൾ വികസിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ കുളമ്പുകൾ വികസിക്കുമ്പോൾ അത് ഏതെങ്കിലും നീരിൽ, അതായത് വെള്ളത്തിൽ ചെന്നതിന്റെ കാൽ മുക്കിയെങ്കിൽ മാത്രമേ അത് വീണ്ടും അതിന്റെ പഴയ പൊസിഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോ ഈ കുളമ്പുകൾ അകന്നിരിക്കുമ്പോൾ വളരെ വേദനയാണ്. അപ്പൊ ഇതിനു വേണ്ടി നീരുറവ നോക്കി ഈ മാൻ ഓടുമ്പോൾ അതിനുണ്ട് ആ നീരുറവ കാണാൻ വേണ്ടിയുള്ളൊരു ദാഹം. അങ്ങനെയാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വരാനുള്ള ദാഹമെന്നാണ് കോരകപുത്രന്മാർ പറഞ്ഞിരിക്കുന്നത്. കോരകപുത്രന്മാരുടെ പശ്ചാത്തലം ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നെ ചിന്തിപ്പിച്ചതായിട്ടുള്ള 2 വാക്യങ്ങൾ 5ഉം അതിന്റെ 11ഉം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവന്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. കർത്താവിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ കഷ്ടതയെക്കുറിച്ചും മനുഷ്യന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന വേദനയെക്കുറിച്ചും അനേക കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യം, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ആ പശ്ചാത്തലങ്ങൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ അല്പസമയം ഇരിക്കാൻ പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ, ആ ദൈവത്തിന്റെ കൂടെ, സർവശക്തനായ ആ ദൈവത്തിന്റെ കൂടെ ഇരിക്കുവാൻ ആൾക്കാർ വേണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കഷ്ടതയുടെ നടുവിൽ കൂടി നമുക്ക് കടന്നു പോകുമ്പോൾ ഒരു വചനമായിരിക്കും പലപ്പോഴും നമുക്ക് ആശ്വാസം തരുന്നത്. ഇന്ന് രാവിലെ ഒരു കുടുംബം വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിനെ പല പ്രാവശ്യം ഞാൻ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ വളരെ കഷ്ടതയിൽ കൂടി ആ കുടുംബം കടന്നു. ഇവിടെ എല്ലാ കാലിഫോർണിയയിലാണ് അവര്. അപ്പോ ഞാൻ ഈ വചനം അവർക്ക് ഞാൻ വിട്ടുകൊടുത്തു. തിരിച്ച് എനിക്കൊരു റിപ്ലൈ വന്നത് എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസമായെന്ന് പറഞ്ഞു. ഞാൻ വിട്ടുകൊണ്ടല്ല, ഈ വചനം അദ്ദേഹത്തിന് ഒരു വലിയ രൂപാന്തരം കൊടുത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വിലാപങ്ങളുടെ പുസ്തകം ലാമെന്റേഷൻ 3:20 പറയുന്നത്, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ഉരുകിയിരിക്കുന്നു. ദൈവവചനത്തില് മനസ്സിന്റെ വേദനയെ കുറിച്ച്, കണ്ണുനീരിന്റെ താഴ്വര, തീച്ചുകളുടെ അനുഭവം, മരണ നെടിലിൻ താഴ്വര, ഇതൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. പ്രയാസം അനുഭവിക്കാത്ത ഒരു വ്യക്തികളും നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിപ്പില്ല. ഈ കൂട്ടത്തിൽ നല്ല ഈ സിറ്റിയിലുള്ളത് പോലെ എനിക്കറിയുന്ന ദൈവമക്കൾ
മക്കൾക്ക് എപ്പോഴും പ്രയാസം. ഓൺലൈനിൽ കൂടി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എന്തിനാ ഭാരപ്പെടുന്നേ? കർത്താവിനോട് ചോദിക്കുവാൻ നമുക്ക് അധികാരമില്ല. കർത്താവ് ഇഷ്ടമുള്ളതാണ്, കർത്താവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. എന്നാൽ അത് നമ്മുടെ ദോഷത്തിലല്ല, നമ്മളെ പണിതെടുത്ത് നല്ല പൊന്നാക്കി ആ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ് സർവശക്തനായ ദൈവത്തിന്റെ ആ പ്ലാനും പദ്ധതിയും. നമ്മുടെ കഷ്ടത തീരുന്ന ഒരു ദിവസമുണ്ട്, നമുക്ക് വിശ്രാമം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയ അമ്മച്ചിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, എന്നാൽ സമയമായപ്പോൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ആ അമ്മച്ചിയെ നമുക്ക് ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയാണ്, ആ അമ്മച്ചിയുടെ കൂടെ കർത്താവിനെ ആരാധിക്കാമെന്നുള്ള പ്രത്യാശയാണ് നമ്മളെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് ആമേൻ ദൈവത്തിൽ പറയുന്നത് 4 വിരൽ നീളമാക്കിയിരിക്കുന്ന പറയുന്നത്. 4 വിരൽ നീളമെന്ന് പറയുമ്പോൾ അത് 4 സ്റ്റേജുകളാണ്, 4 അനുഭവങ്ങളാണ്. 1 അവന്റെ ശൈശവം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം. ഈ 4 അനുഭവത്തിൽ കൂടി ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടത് അത്യാവശ്യമായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഞാൻ നിർത്തുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിന്റെ പുറത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുവോ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോട് പറയുന്നു, സർവശക്തനായ ദൈവം കടന്നുപോയ പാതകൾ കൂടി അല്ല നമ്മൾ കടന്നു പോയിട്ടില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ കർത്താവ് എവിടെയാണെന്ന്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ സ്വന്തം പുത്രൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ ആ പിതാവായ ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെ നമ്മുടെ ദൈവമുണ്ട്. നിന്റെ പ്രയാസങ്ങളോ നിന്റെ പ്രശ്നങ്ങളോ നിന്റെ വേദനകളോ കർത്താവ് അറിയാതെയല്ല പോകുന്നത്. ആമേൻ. രാത്രിയുടെ യാമങ്ങളിൽ നീ എഴുന്നേറ്റ് കരയുന്ന വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണും. എന്റെ ഈ ഭാരം ആരോട് പറയുമെന്ന് പലപ്പോഴും ഭാരപ്പെട്ട് ഞരങ്ങുന്ന അനുഭവം കാണും. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുകയാണ്, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാണ്. ആമേൻ. നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ മുടിച്ചു കളയുവാനല്ല. ആമേൻ. നിന്നെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാരത്തിൽ കൂടി നീ കടന്നു പോകുന്നത്. അതുകൊണ്ട് രാവിലെ ആരെങ്കിലും ദൈവമക്കൾക്ക് ആമേൻ ആമേൻ ആശ്വസിപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. ഈ വചനമാണ്. ഈ വചനം കർത്താവിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളോട് ഈ വചനം സംസാരിക്കും. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും വചനഘോഷണത്തിനും നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കൃപായുഗം അവസാനിക്കാൻ പോവുകയാണ്. മഹോദരകാലത്തിൽ നമ്മൾ ആകരുത്. കാഹളം ധ്വനിക്കുവാൻ സമയമായി, നാം ആക്കര നാട്ടിൽ പോകുവാൻ സമയമായി, നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise God. What a wonderful, blessed word of God that God has already given to us. And God is speaking to us, comforting us, encouraging us, and that is all through the word of God. And this morning, God has already spoken to us. When the people of God come together, God is speaking to them. God is speaking to them through many ways and many people. And just like Brother Wilson have said, he has a certain conviction of what God wants him to do. I have a certain conviction of what God wants me to do. What God wants me to do is to make you all capable, make you all ready to do things, and that is what God wants me to do. So even if you tell me no, I will keep on asking you, and you cannot escape, and all of you are capable. Just like I said in my message, you all are capable. I don't say anything to make you pleasing or anything like that. But God has endowed in us certain spiritual gifts. And when you utilize the spiritual gift, it will grow in you. And we can do many things together. And that is why God has brought us together. And I thank God for this church. And I thank God for all of you. And last week we have gone through a little time of sorrow in our church, our dear family, especially our child. And we saw how he was broken
when he was speaking to all of us, and we saw how Brother Saji was broken, and Sister Bindu and Babina Mall, I know, their brother and family, they were all broken in their heart. And I do know that stage is there for a while, and it's not something that we can just turn a switch on and off. It is a part of our life experience. And one thing I was mentioning to Brother Saji that I am guilty of with myself is that in Pentecostal church, when somebody passes away, we all come together and we say goodbyes, we say all things that we wanted to say, and then we forget the family completely. We don't look back at them. We don't go back, and we don't see the grief, and we don't see the time of sorrow and how they are coping with. And this past week I was extremely busy. I wanted to visit them, but I didn't get a chance. That's why I said I'm guilty of it. I wanted to come by and visit them and pray with them, encourage them. And so in our church, God willing, we will not do that. We will not just forget one event and we just assume that they are back to normal. And I believe it's going to take time for people to get back to normal. So, our church should constantly, not every day, but constantly pray, go back, visit, and go back, encourage. Don't assume that everybody is doing well. People don't do well. And somehow our theology is such that our theology is that we have a hope in the other land. But we are still in this world here. In this world, until we get there, and when we get there, we are going to be fine. Until we get there, we need help. We need to help everyone. Everyone should encourage each other. I know as we grow, we will have programs in our church to counsel, to do things, to pray with people. We will do those kind of things. I've begun to be a little bit different from other church. And this morning I looked through my calendar, church calendar. I wanted to make sure I don't have any double count, wrong numbers, wrong dates. Today definitely is our Achayan's birthday. Achaya, Yesterday was. it was yesterday. Yes. It was yesterday. And yesterday I was very busy. Otherwise I would have sent a message yesterday. And I didn't get to look at the calendar yesterday. And this morning I looked at it. And it was, thank you for the correction. It was yesterday, his birthday. And today we celebrated, and we wanted to wish you a happy birthday. I know you are going through a little struggle. That is natural, and we want that to be natural. We want that to be there. But still, in the midst of all those, we can look back and see how the Lord has been good to us, especially to Achayan. We'll be praying for you later on. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിച്ചു. ദൈവം ആശ്വസിപ്പിക്കും, ദൈവം സഹായിക്കും, ദൈവം എല്ലാവരെയും ബലപ്പെടുത്തും, ദൈവം നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നമ്മെ മുൻപോട്ട് നടത്തും. ദൈവമായ കർത്താവ് ഒരു പുതിയ വർഷം തരുവാൻ ഞങ്ങൾ സഭയായി എല്ലാവരും പ്രാർത്ഥിക്കും. നമ്മുടെ ഇന്നത്തെ ആരാധനയിൽ we are going to have the Lord's Supper, and I'm going to be speaking to you momentarily after we take the offering and pray. We're just going to take the offering at this time. I don't know who is singing. സാധുവെന്നെ കൈവിടാതെ നാദനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാദനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തി
ജയം എന്നെ കൈവിടാതെ ഞാനെന്നും നടത്തിയിരുന്നു സാധുവെന്നെ കൈവിടാതെ ഞാനെന്നും നടത്തിയിരുന്നു കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ല കർത്തനെ കൈവിടില്ല കർത്തനെ കണ്ണുനീരെല്ലാം തുടയ്ക്കും എന്നെ കൈവിടാതെ ഞാനെന്നും നടത്തിയിരുന്നു സാധുവെന്നെ കൈവിടാതെ ഞാനെന്നും നടത്തിയിരുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവം, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയുന്ന ദൈവം, തകർന്നു മുറുങ്ങിയ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം ഞങ്ങളുടെ ദൈവമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിൽ കടന്നു വരുന്നു. ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും അവിടുത്തെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിച്ച് ഇന്ന് പകൽക്കാലം വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധി പകരുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രിയ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നിന്റെ ദാസൻ വളരെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ കൂടി കടന്നുപോയി. കർത്താവെ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ കൂടി കടന്നുപോയി. എന്നാൽ അവിടുത്തെ വാഗ്ദത്തം ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ആകുന്നത് കൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ കരം പിടിച്ച് നടത്തി ഞങ്ങളെ മാറോടണയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് എപ്പോഴും 24 മണിക്കൂറും, ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ഒരു നിമിഷം പോലും മാറിപ്പോകാത്ത ദൈവം ഞങ്ങളുടെ ചാരേ ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രിയദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ കർത്താവ് അകറ്റണമേ. ഹല്ലേലൂയ. മുറിവുകളെ കർത്താവ് കെട്ടണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു പുതിയ വർഷം കൂടി പ്രിയ ചായന് ദൈവം ദാനമായി കൊടുത്തത് കൊണ്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഓരോ നിമിഷവും ദൈവം തരുന്നതാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ അടുത്ത ഒരു വർഷക്കാലം അങ്ങയുടെ ദാസന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ആരോഗ്യം കർത്താവ് കൊടുക്കണമേ. രോഗം വരാതെ കർത്താവ് സൂക്ഷിക്കണമേ. ഹൃദയത്തിൽ ഭാരം വരാതെ കർത്താവ് സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായ കർത്താവേ, അവിടുത്തെ ആത്മാവ് തന്നെ നിന്റെ ദാസന്റെ ഹൃദയത്തിൽ ആശ്വാസം പകർന്നു കൊടുത്ത് ദൈവത്തെ സംബന്ധിച്ച പ്രത്യാശ വർദ്ധിപ്പിച്ച് കർത്താവെ, ദുഃഖങ്ങളൊക്കെ മാറ്റി ആശ്വസിപ്പിച്ച് ഈ അടുത്ത വർഷക്കാലം ആരോഗ്യത്തോടും ബലത്തോടും ദൈവ കൃപയോടും കൂടി കർത്താവ് നിർത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സജീവതനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ ജീവിതത്തിലും വലിയ നഷ്ടം നേരിട്ടിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടല്ലോ കർത്താവേ. ഒരു മാതാവ് സ്വന്തം മാതാവിനെ പോലെ, സ്വന്തം മകനെ പോലെ ആയിരിക്കുവാൻ പ്രിയ മക്കളുടെ ജീവിതത്തിൽ ദൈവം സഹായിച്ചല്ലോ. ആ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയിൽ ദൈവം സൂക്ഷിച്ചാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധൈര്യം കൊടുക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വാസം കൊടുക്കണമേ. പ്രിയ ബിന്ദു സിസ്റ്ററിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവിടുത്തെ പ്രിയ മാതാവിന്റെ ജീവിതത്തിൽ നിരന്തരമായി കർത്താവേ, ഒരു നിമിഷം പോലും മാറി നിൽക്കാതെ ഇത്രത്തോളം ദൈവം ശുശ്രൂഷിപ്പാൻ കൊടുത്ത വലിയ മനസ്സിനും
വലിയ അവസരങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം ആ കർത്താവെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ചെയ്തിട്ടുള്ള പ്രവർത്തികളൊക്കെ ദൈവം അറിയുന്നല്ലോ. അവിടുന്ന് പ്രിയദാസിയെ ആശ്വസിപ്പിക്കണം. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ ദൈവം മാറ്റണം. ആ എംറ്റിനെസ്സിനെയൊക്കെ ദൈവം മാറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ഭവീനമോളും അതുപോലെ കർത്താവ് ആ പ്രിയ മാതാവിന് ആശ്വാസമായി, സഹായമായി, ശുശ്രൂഷയ്ക്കായി കർത്താവെ, പ്രിയ പൈതൽ, ഈ അമേരിക്കയിൽ ജനിച്ചു വളർന്ന പൈതൽ കർത്താവെ, വളരെ സ്നേഹമായി, വളരെ വളരെ താല്പര്യമായി പ്രിയ മാതാവിനെ കർത്താവെ ശുശ്രൂഷിച്ച് കർത്താവെ ആ മനോഭാവത്തെ ദൈവം ആദരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതലിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവകൃപ പകരുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ പ്രിയ കുടുംബത്തിന്റെ എല്ലാ നിരാശകളെയും കർത്താവ് മാറ്റണമേ. ജീവിതത്തിൽ ആശ്വാസം കർത്താവ് എല്ലാവരിലും അയക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ പ്രിയ സിസ്റ്റർ ഫിലിപ്പിനെയും പ്രസാദ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രിയ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം, അവരുടെ ആവശ്യങ്ങൾ നിരന്തരമായി അവർ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങളുടെ ഉത്തരം ഞങ്ങൾ കാണുവാൻ കാലതാമസങ്ങൾ നേരിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കും. എന്നാൽ കർത്താവേ, ഇന്ന് പകൽക്കാലം സഭയായി വിശ്വാസത്തോട് പ്രിയ മക്കളുടെ ജീവിതത്തിൽ വളരെ മുട്ടിപ്പായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ട് കർത്താവേ. ആ വിഷയം ഇന്ന് ഞങ്ങൾ സഭയായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ തൃക്കൺ അതിന്റെ മേൽ പ്രകാശിക്കണമേ. അവിടുന്ന് വഴികൾ തുറക്കണമേ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രിയ വിശുദ്ധനെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററിനെയും പ്രിയ മാതാവിനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ശുശ്രൂഷകൾ, അവരുടെ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം കർത്താവെ. അവർ ഉദ്ദേശിക്കുന്നതിലും അവർ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് അവരെ ഉപയോഗിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനകരമാക്കി തീർക്കണമേ. അവരുടെ ആവശ്യങ്ങൾ ഒക്കെ ഇന്ന് പകൽക്കാലം ദൈവം സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ശുശ്രൂഷ രംഗത്തുള്ള അവരുടെ പ്രവർത്തികളിൽ മേലെല്ലാം ദൈവം പുതിയ വാതിലുകൾ, വഴികൾ തുറക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജസ്റ്റിനെ അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ യൗവന പ്രായത്തിൽ ദൈവത്തോട് അധികം അടുത്ത് ചേർന്ന് അനേകർക്ക് പ്രയോജനമുള്ള ഒരു മകനായി ജീവിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാട്ടിലായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിനെ കുടുംബമായി ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ മക്കളെ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. സൗഖ്യമില്ലാതിരിക്കുന്ന ബ്രദറിനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. സൗഖ്യമില്ലാതിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒന്നിച്ച് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. ഓരോ വ്യക്തിക്കും ആവശ്യമായ അവരുടെ ശരീരത്തിന്റെ അവസ്ഥ അറിഞ്ഞ് കർത്താവ് ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് എടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ മനസ്സോട്, വളരെ ഉത്സാഹത്തോട് ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അവരുടെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളൊക്കെ ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദിൽമേശ്വരി മുൻപാകെ ഞങ്ങൾ കടന്നു വരുമ്പോൾ, ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ കടന്നു വന്ന് അതിൽ സംബന്ധിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് പ്രവർത്തിക്കണം. അടുത്ത ചില മിനിറ്റുകൾ ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടി കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. സകലത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു.
ദൈവോട് കേൾക്കുമാറാകണമേ. Amen. Praise God. Praise God. Praise God. We are doing okay with our time, and we are going to briefly look into the Word of God. One thing I believe is this. I will tell you the reasoning for it. One thing I believe that a message that is brief is better. Is only because people don't have too much time. Yeah, our attention span is very little. We can only listen for a little time attentively, and then our mind wanders away. So I believe when we speak briefly, we only speak the important things. We only speak the important things. What we lack is all the other little things that are not very important. We cut that out. And I just wanted to just mention this. If I give 2 hours to somebody, how this person is going to preach is, he has to push these 2 hours. So he's going to find ways to extend the time. He's going to make you read too many scriptures. He's going to share too many little stories. And some of those things are not very important. And here most of the time I read all the scriptures myself. It's only because to save the time. And not because I don't want you to read the scripture. I think when I have it here, I prepare it. I have it just in front of me. I don't have to even turn the pages of the Bible. I have it right in front of me. So I read it, save time. And so I think when you prepare messages, you can speak more things in less time. When I started my PhD program at this Lutherized seminary in Atlanta, we had an orientation. In the orientation, they wanted each of us to do 3 minutes presentation. And that 3 minutes, we have to present something. That 3 minutes look like 30 minutes because you have to have content to fill 3 minutes. If you really prepare your content for 3 minutes, it's a lot of content. It's a lot of content. But when we start speaking, that's why Pentecostal preaching is spontaneous. We speak spontaneously. You come up and do whatever comes to your mind. That is Pentecostal preaching. I don't believe in that type of preaching. I don't practice that preaching either. I'm not a spontaneous speaker. When you speak for spontaneously, you can speak for hours. That is when hours of preaching comes in. But when you speak 30 minutes, if you prepare your content, that content has to be a lot. There has to be a lot of material to preach for 30 minutes. That is why I think when I give time, 30 minutes time, if you're prepared, you can say a lot of things in that time. And that is more beneficial than hearing a 1 hour message. When you gather all the essentials of the 1 hour, that's only 15 minutes or 20 minutes content in that message. Anyway, I just wanted to give you my reasoning. And now, Babina Mola, are you ready to read the scripture from 1 John chapter 3, verses 1 to 3? See how very much our Father loves us, for he has called his children. And what is, oh my gosh, what? This thing is so small. See how very much our Father loves us, for he calls us his children. And that is what we are. But the people who belong in this world don't recognize that we are God's children, because they don't know him. Dear friends, we are already God's children, but he has yet to not show us what we will be like when Christ appears. But we do know that we will be like him, for we will see him as he really is. And all who have this eager expectation will keep themselves pure, just as he is pure. Thank you. Praise the Lord for the word of God. I'm going to read that in Malayalam. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു.
ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. Praise God. As I was thinking about what is the message for today, I always stay open for somehow the Lord to give me a words, and that's how these words came in. And when suddenly this verse came into my mind, not that the Lord put me there, but that I got reminded about this word, then I thought, this is the word that we need today. This is the word that we need today. Because we are a little sad in our heart. We cannot ignore that. And we are also going through the Lord's Supper. Usually I prepare a message completely for the Lord's Supper. And I saw these words have both. These words have both the hope, a reminding of the hope that we have out there. And then there is also an invitation for us to be holy, for us to be pure as He is, as God is. So that actually is a good words for us. So when we come to the Lord's Supper, നാം ദൈവത്തിൻ്റെ തിരുമേശയുടെ മുൻപാകെ കടന്നു വരുമ്പോൾ നാം കടന്നു വരേണ്ടുന്നത് ഒരു ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷിയോട്, നിർമ്മല മനസാക്ഷിയോട്, ശുദ്ധീകരണമുള്ള ഹൃദയത്തോട്. അതാണ് ഇവിടെ നാം കാണുന്നത്. ആദ്യം നാം കാണുന്നത് നമുക്ക് ഒരു വലിയ പ്രത്യാശ ഉണ്ട്. അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രത്യാശ, നാം കാത്തിരിക്കുന്ന ഒരു പ്രത്യാശ ഉണ്ട്. അപ്പോൾ ഈ പ്രത്യാശയ്ക്കെല്ലാം കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ വാക്യമാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. I'm just going to go through these verses. If I couldn't do all these verses today, I will do it next week. That's not a big problem. I will just do within the time. So when we come to the Lord's Supper also, we meditate on what the Lord has done on the cross of Calvary. So അവിടെയാണ് കർത്താവ് ഈ വലിയ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. But here one thing that we need to see is, in this verse 1 there is a major question. The major question is, who am I? Who am I? അവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇവിടെ കാണുമ്പോൾ ഒരു ലാവിഷ് ലവ് ആണ്. ഇറ്റ്സ് നോട്ട് സ്റ്റിഞ്ചിനെസ്. ദൈവത്തിന്റെ സ്നേഹം ഒരു സ്റ്റിഞ്ചി ലവ് അല്ല. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ദൈവം ഒരു വലിയ ദുഷ്ടനായ ഒരു മനുഷ്യനായിട്ടാണ് കാണും. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അടിക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ അടിക്കും, നമ്മൾ കൈ ഒക്കിയിലേക്ക് അടിക്കും. സോ ദർ ഈസ് എ വെരി ടഫ് ഗാഡ്. ബട്ട് ദൈവത്തിന് ടഫ്നെസ് ഇല്ലെന്ന് ഞാൻ പറയല്ല, പക്ഷേ കണ്ടെന്ന് വരും. പക്ഷെ ദൈവം അതിലുപരി നമ്മെ വളരെ വളരെ സമൃദ്ധിയായ സ്നേഹത്താൽ, ഇവിടെ ലാവിഷ് എന്നുള്ള വാക്കിന് സമൃദ്ധിയുള്ള സ്നേഹത്തോട് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആ സ്നേഹം നിമിത്തമാണ് നമ്മുടെ ഐഡന്റിറ്റി നിശ്ചയിക്കപ്പെട്ടത്. Who am I? I am a child of God. I am a child of God. ഇന്ന് ഈ ലോകം വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ടൈറ്റിൽസും ലേബിൾസുമാണ്. Titles and labels. I am an Asian superintendent, or I am responsible for this area, or I am a district overseer, or I am an administrative bishop. So people are too much interested in titles and labels. But
God is not so interested in our titles and labels. When God looks at us, He sees us as who we are. So this morning, the first thing we need to think about is, who am I? Who am I is the first question we have to find out. Our identity. What is our identity when we come to Christ? I always believe when we come to God's presence, we have to come in the most humble way. Because we are coming in the presence of an Almighty God. Yes. An Almighty God. How can we come into the presence of God as if we are greater than God? And sometimes when we look at some people coming into the presence of God, I am not accusing anyone, I am only accusing myself. So when we come to the Lord's presence, if we think we are greater than God, there is a problem. So this morning, that's why understanding who we are is important. നമ്മൾ ആരാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യത എന്തെന്ന് ചോദിച്ചാൽ, നാം ദൈവസന്നിധി കടന്നു വരുമ്പോൾ നാം വളരെ താഴ്മയുള്ള ഹൃദയത്തോടെ, നാം നിഗളിക്കുന്ന ഹൃദയത്തോടെ അല്ല, താഴ്മയുള്ള ഹൃദയത്തോടെ കടന്നു വരേണം. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നമ്മൾ സാഷ്ടാംഗം വീണ് ദൈവത്തെ, ഞാൻ ആരെയും മുട്ടുകാലെ ഇരിക്കാനൊന്നും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. സംടൈംസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ബട്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ we were just kneeling down, and so that action in itself has a value. Amen. It tells something. Amen. That in the presence of God we are not even able to stand up straight and look to God's presence. Hallelujah. നമ്മൾ പരീക്ഷൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയുടെ ആ ഒരു സമയത്ത് രണ്ട് ഡിഫറെൻ്റ് അപ്രോച്ചാണ് നമ്മൾ കാണുന്നത്. ഒരാൾക്ക് അയാൾ ആരാണെന്ന് അറിയാം, രണ്ടുപേർക്കും അറിയാം അവരാരാണ്. ഒരാൾ പറയുന്നു, ഞാൻ വലിയ ഒരാളാണ്, എനിക്ക് ഒരുപാട് പണമുണ്ട്, ഞാൻ ഒരുപാട് പള്ളിക്ക് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെന്നെ ബഹുമാനിക്കുന്നു, മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നു. മറ്റൊരാൾക്ക് അറിയാം അയാൾ ആരാണെന്ന്. The other person also knew who he is, and he said, I'm not worthy. I cannot even look to you because I am the worst one. I am the worst one among all. അപ്പോൾ അവനവനെ സംബന്ധിച്ച് അവനവൻ ആരാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് ഈ ഒരു വാക്യത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ചുണ്ടാകേണ്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്, ഞാനൊരു ദൈവ മകനാണ്, ഞാനൊരു ദൈവ മകളാണ്. അതിനപ്പുറത്ത് ഒരു ബോധ്യം നമുക്ക് ആവശ്യമില്ല. ഈ ലോകത്തിൽ നമുക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം പൊസിഷൻസ് ഉണ്ടെങ്കിലും, ഈ ലോകത്തിൽ നമ്മൾ ആരെല്ലാം ആയിരുന്നാലും, നമുക്ക് നമ്മെക്കുറിച്ച് ഞാനൊരു ദൈവ മകനാണ്, ദൈവ മകളാണ് എന്നുള്ള ആ ഒരു ബോധ്യമില്ലെങ്കിൽ, ഐ തിങ്ക് എവറിത്തിങ് ഈസ് എംപ്റ്റി. എവറിത്തിങ് ഈസ് all the other things have no value. ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം കർത്താവായ യേശുവിനെ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ ഒരവസരം ലഭിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിയതല്ല. I didn't do anything. ഞാൻ പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ്. I believe in long-term planning. I do some planning. But all these things that happened in my life is not because the way I planned it. The way God has a master plan for every one of His children. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ നടത്തണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടുമില്ല, ഞാൻ നടത്തരുതെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുമുണ്ട്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കൾ ആയി തീരുമ്പോൾ നമ്മുടെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ
അതിന് ഒരു മുടക്കവും വരത്തില്ല. നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ കരം പിടിക്കുന്നു. നമുക്ക് സ്വയമായി നടക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളിൽ ദൈവം തന്നെ നമ്മുടെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ ഫുട് പ്രിന്റ്സ് ഇൻ ദ സാൻഡ് എന്നുള്ള ആ ഒരു കലണ്ടർ. We see that I'm not going to tell the story. We already know the story. അവിടെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നീ എന്നോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് മൊമെന്റ് വന്നപ്പോൾ I only see one set of prints here. Where is yours? അന്നേരമാണ് പറയുന്നത്, നീ കാണുന്ന ആ പ്രിന്റ് നിന്റേതല്ല, അതെന്റേതാണ്. ആ സമയത്താണ് ഞാൻ നിന്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ വലിയ നഷ്ടം, അത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ മനപ്രയാസങ്ങളുണ്ട്. അപ്പൊ നമ്മളെ കൈവിടാത്ത ഒരു ദൈവം, നമ്മെ കരം പിടിക്കുന്ന ഒരു ദൈവം, നമ്മെ മാറോട് അണയ്ക്കുന്ന ഒരു ദൈവം, നമ്മെ കരങ്ങളിൽ താങ്ങി, നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തപ്പോൾ നമ്മെ സ്വയമായി താങ്ങി നമുക്ക് മനസ്സിൽ ധൈര്യം തന്ന് നമ്മെ മുൻപോട്ട് നടത്തുന്ന ഒരു വലിയ ദൈവം. ആ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭാഗ്യം ലഭിച്ചവർക്കാണ് തുടർന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ. നമ്മളിപ്പോ ദൈവത്തിന്റെ ആണ് എന്നുള്ള ഉറപ്പ് അവിടെ ഉണ്ട്. എന്നാൽ ഇനി നമ്മൾ എന്തെല്ലാമോ ആയിത്തീരാനുണ്ട്. അതെന്താണ് എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ I will talk about it because I wanted to get into the Lord's Supper. So ഇന്ന് ഏറ്റവും അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ അവനിൽ ഈ പ്രത്യാശ ഉള്ളവർ എല്ലാം അവൻ പ്രത്യാശനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നാം ദൈവത്തിന്റെ മേശയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മേശയോട് അടുത്തു വരുന്ന നിമിഷങ്ങളാണ്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരു പ്രാവശ്യം ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാം ആഗ്രഹിച്ചത് കൊണ്ടല്ല, നാം അർഹിച്ചത് കൊണ്ടല്ല, നാം ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട് പാപികളും ദോഷികളുമായിരുന്നപ്പോൾ നമ്മെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മെ നിർമ്മലീകരിച്ച് നമ്മുടെ പാപങ്ങളെ അകറ്റി നമ്മെ സ്വർഗത്തിന്റെ മക്കളായി ദത്തെടുത്ത് നമ്മെ അഡോപ്റ്റ് ചെയ്ത് നമ്മെ ഒരു വിശുദ്ധീകരണത്തിലേക്കുള്ള പാതയിൽ നമ്മുടെ ഹൃദയങ്ങളെ പ്യൂറാക്കി നിർമ്മലീകരിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ദൈവത്തോട് നിത്യമായി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. നമുക്ക് ഇന്ന് ഈ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഇതൊക്കെ നമുക്ക് സാധിപ്പിച്ചു തരുവാൻ നമുക്ക് വേണ്ടി സഹിച്ച വ്യഥകളെ ഓർക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേദനകൾ നാം ശിക്ഷ ഏൽക്കേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷ സഹിച്ചത് കൊണ്ടാണ് നാം ഇവിടെ ദൈവമകനും ദൈവമകളും ആയി തീരുവാൻ കർത്താവ് വഴി ഒരുക്കിയത്. നമുക്കതുകൊണ്ട് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഈ വിശുദ്ധ മേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമുക്ക് വരുവാനുള്ള ലോകത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനുള്ള വലിയ പ്രത്യാശ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. I am going to read a few verses from 1 Corinthians, just like I do this every time when we have the Lord's Supper. That is the one scripture that I read, but we can read other scriptures also. But this is one scripture that Apostle Paul have wrote, and that is very, very much talking about
the different aspects of the Lord's Supper and how we need to come into His presence when we participate in the Lord's Supper. ഇവിടെ നാം വായിക്കുന്നത് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങളുടെ ഓർമ്മയാണ് നാം ഇവിടെ ധ്യാനിക്കുന്നത്. ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഞാനിവിടെ ഓർക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ സൂചി, ഒരു ഇഞ്ചക്ഷൻ, ഒരു സൂചി കുത്തിയാൽ we have, some people can endure more pain than others, but I possibly cannot, and I know how painful that is. നാം ഈ കർത്താവിന്റെ മേശയിൽ മുൻപാകിയിരിക്കുമ്പോൾ ചാട്ടവാറുകൊണ്ട് അവന്റെ ലഭിച്ചാടി, മുൾക്കിരീടം അവന്റെ തലയിൽ തറച്ച ആ നിമിഷം നമുക്കൊന്ന് ഓർത്തു നോക്കാം. നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അകറ്റുക. എന്തുമാത്രം വ്യഥകൾ, എന്തുമാത്രം വേദനകൾ ആ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു. ആ ഹല്ലേലൂയ. ഇന്ന് നാം ഇത് എടുക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഇതെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കിയത് ദൈവം നമുക്ക്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച വേദനയാണ്. ഈ മേശയ്ക്ക് കടന്നു വരുമ്പോൾ നാം എപ്രകാരമായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. കർത്താവിന്റെ മേശയിൽ നിന്ന് കടന്നു വരുമ്പോൾ നാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെ വിശുദ്ധരായി ജീവിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുറത്തു നിന്ന് ഇവിടെ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഞാൻ വീണ്ടും ആവർത്തിച്ച് പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് പ്രാഗൽഭ്യത്തോടുകൂടി ഈ വിശുദ്ധ മേശയെങ്കിൽ നമുക്ക് സംബന്ധിക്കാം. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിക്കുവാൻ, സർവപാപ കറകൾ തീർത്തു നരരെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, കാൽവറി ക്രൂശിൽ ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവിടുത്തെ പുത്രനെ കാൽവറി ക്രൂശിൽ ഒരു ശാപമാക്കി തീർന്നു. കർത്താവേ, മുൾക്കിരീടം ധരിച്ച് മറ്റുള്ളവരെ അടിയേറ്റ് തുപ്പലേറ്റ് കർത്താവേ ഞങ്ങളുടെ പാപം വഹിച്ചു വന്ന് ആ കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ ഇന്ന് ഈ പകൽക്കാലം ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുകയും ഈ അപ്പത്തിന് മുഴുക്കുകയും അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് ഞങ്ങൾ വായിച്ചു. ഇന്ന് പകൽക്കാലം അതിനെ ക്രൂശിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദനകളെ ഓർത്തുകൊണ്ട് ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് ശുദ്ധീകരിക്കണമേ. ഞങ്ങളിതിൽ നിന്ന് പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. രോഗങ്ങൾ മാറണമേ, ഞങ്ങളുടെ നിരാശകൾ മാറണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കം കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ദൈവമായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമുക്ക് പങ്കെടുക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പി, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. നമുക്കിത് പങ്കെടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. Praise you, Jesus. Hallelujah. Glory. Praise you, Jesus. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുക്കുകയും ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. Let us participate. Hallelujah. Praise you, Jesus. Praise you, God. We praise you, Jesus. Hallelujah. Hallelujah. Glory to God. Glory to God. Praise you, Lord. Thank you. കർത്താവേ, ഈ അപവേദികളെ അവിടുന്ന് അനുഗ്രഹിച്ച് തന്നതുകൊണ്ട് ഞങ്ങൾക്ക് നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുകൃപ ഓരോരുത്തരിലും കർത്താവ് അയക്കണമേ. ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം കർത്താവിന്റെ ക്രൂശിനെ ഉയർത്തുന്നതായിരിക്കുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞാൻ അതിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒരു വേദഭാഗം വായിക്കുന്ന വേദഭാഗമാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുകയും. Let us sing a song and we can shake hands with others and ദൈവം ആകർത്താവും എന്ന് സഹായിക്കട്ടെ. Hallelujah. We praise you, Jesus.
വിശുദ്ധ മേശയിൽ നമുക്ക് പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. നാം നോക്കുമ്പോൾ ഐ കവേർഡ് ഇറ്റ്, ബട്ട് നാം നോക്കുമ്പോൾ ഇനിയും അനേകം ഈ വിശുദ്ധ മേശയിൽ സംബന്ധിക്കപ്പെടേണ്ടെന്ന് ആവശ്യമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ, മാസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം മറ്റുള്ളവർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടവരട്ടെ. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ബ്രദർ വിൽസൺ will come and pray the last prayer and hallelujah. Thank you, Jesus. Praise you. നമുക്ക് വീണ്ടും ദൈവസ്നേഹത്തിലാണ് നടക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ വന്ന സമയം മുതൽ എന്റെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്തിൽ കൂടി ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചെന്റെ കർത്താവേ, അപ്പ കൊട്ട വിട്ട് ഒഴിഞ്ഞവരായി ഞങ്ങൾ ഏത് ഭാരത്തോട് കടന്നു വന്നുവോ അപ്പാ ദൈവം അത് ഞങ്ങളെ വിട്ട് ഒഴിഞ്ഞവരായി ഇന്ന് പകൽക്കാലം ഞങ്ങളെ അയക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, നിന്റെ വരവ് താമസിച്ചത് കൊണ്ട് ഒരിക്കൽ കൂടി കർത്താവേ ആ തിരുമേശയിൽ ഭാഗവാക്കാകുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഈ ഫോൺ ഈ സിറ്റിയില് അമ്മേ ഞങ്ങളുടെ ഫ്രണ്ട്സില് അനേകര് ഈ സത്യം അറിയാതെ ദൈവമേ ഇതിൽ ഭാഗവാക്കാകാതിരിക്കുമ്പോൾ ഞങ്ങളാലാവോളം ഈ അന്ത്യകാലത്ത് കർത്താവേ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കർത്താവ് അതിനായി ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ ദൈവസനയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓൺലൈനിൽ കൂടി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ നിന്റെ മക്കളെയും അപ്പാ നീ അനുഗ്രഹിക്കണം. വരും ദിവസങ്ങളില് ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കുന്ന ദിനങ്ങളാക്കി കർത്താവ് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാവേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാവേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.